ചോദിച്ചല്ലോ ജനങ്ങളുടെ ഭൂമിയിൽ ജനങ്ങളുടെ ദുനിയാവിൽ താങ്കൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് എന്തെല്ലാം മറുപടി പറയാറുണ്ട്. സമ്പത്തുണ്ടല്ലോ, സ്വർണ്ണ നാണയങ്ങളുണ്ടല്ലോ, വെള്ളികളുണ്ടല്ലോ, കൃഷിത്തോട്ടങ്ങളുണ്ടല്ലോ, വലിയ വലിയ മൃഗങ്ങളുണ്ടല്ലോ, എന്തെല്ലാം സൗകര്യങ്ങൾ സംവിധാനങ്ങൾ സ്ഥാനമാണുണ്ട്. പറയാറുണ്ടായിരിക്കവേ, ഭാര്യയുണ്ടായിരിക്കവേ, മക്കളുണ്ടായിരിക്കവേ, എന്തെല്ലാം ആസ്വാദനങ്ങൾ ഉണ്ടായിരിക്കവേ, ഒന്നും പറഞ്ഞില്ല. ജനങ്ങളുടെ ദുനിയാവിൽ അബൂബക്കറെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന ഒരൊറ്റ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി മണിമണിയായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അന്നദറതു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വൽ ഇൻഫാഖു മാലി ലദൈക. ഈ ജനങ്ങളുടെ ദുനിയാവിൽ ഈ അബൂബക്കറിന് ഏറ്റവും ഇഷ്ടമുള്ളത് അന്നദറതു ഇലാ വജ്ഹിക, അങ്ങയുടെ റിസാലത്തിന്റെ ഈ ഭൂമിയിലേക്ക് നോക്കിയിരിക്കലാണ്, അങ്ങയൊന്ന് കണ്ടുകൊണ്ടിരിക്കലാണ്, അങ്ങയുടെ അംഗകമലമൊന്ന് ആസ്വദിക്കലാണ്. ആ സൗന്ദര്യത്തിന്റെ ലാവണ്യം ഇവിടെ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത ആ സൗന്ദര്യം, പ്രവാചകന്റെ സൗന്ദര്യത്തിന്റെ വലിപ്പം എത്രയാണ്. മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങൾ ഇരിക്കുമ്പോൾ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി 14-ാം രാവിലെ പൗർണ്ണമി ചന്ദ്രനിലേക്കും നോക്കി, ആ ചന്ദ്രനിലേക്കും പ്രവാചകന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് സ്വഹാബാക്കൾ പ്രഖ്യാപിച്ചത്, അല്ല, ഈ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനല്ല കൂടുതലുള്ളത്, ഈ ചന്ദ്രനല്ല സൗന്ദര്യം കൂടുതലുള്ളത്, എന്റെ റസൂലിനാണ്, എന്റെ ഹബീബിനാണ് സൗന്ദര്യം കൂടുതൽ, എന്റെ പ്രവാചകനാണ് സൗന്ദര്യം കൂടുതൽ എന്ന് പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് സ്വഹാബാക്കൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് കൂടി സൂര്യൻ ചുറ്റുകയാണോ നബിയേ, അങ്ങയുടെ മുഖത്ത് കൂടി സൂര്യൻ ചുറ്റുകയാണോ നബിയേ എന്ന് മാത്രം സൗന്ദര്യമാണ് ഹബീബായ തങ്ങൾക്കുള്ളത്. ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത്. അന്നദറതു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ ഇസ്ലാം ആശ്രയിക്കുന്നതിന് മുമ്പ് മുതലേ പ്രവാചകനുമായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുപ്പമുണ്ട്. പക്ഷേ അതുമുതൽ പ്രവാചകന്റെ വഫാത്ത് വരെയും പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന ആയിഷ ബീവി എന്ന പ്രിയപ്പെട്ട പെൺമകൾ നബിയിലേക്ക് പ്രവാചകന്റെ വിയോഗം അറിഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ ആ റിസാലത്തിന്റെ പ്രമേയിലേക്ക് ചുറ്റുമലുകൾ അർപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ വഫാത്തിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ മുമ്പിൽ വീരത്തോടുകൂടി പക്വതയോടുകൂടി ഇസ്ലാമിന്റെ ഒരു വ്യക്തിത്വമായി ഉയർന്നിരുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എത്രയോ ഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം സാഹസിച്ചതാ, എത്രയോ സ്ഥലങ്ങളിൽ പ്രവാചകനോടൊപ്പം സഞ്ചരിച്ചതാ, എത്രയോ സന്ദർഭങ്ങളിൽ പ്രവാചകനോടൊപ്പം ഇരുന്നതാ. പക്ഷേ അങ്ങനെ ഇരുന്നിട്ടും പ്രവാചകനോടൊപ്പം സാഹസിച്ചിട്ടും മണിക്കൂറുകളോളം പ്രവാചകനോടൊപ്പം സഹചാരിയായി കഴിഞ്ഞിട്ടും ആ മുഖം കണ്ടു കൊടുത്തിട്ടില്ല, ആ മുഖങ്ങൾ ഒരു മടുപ്പുണ്ടായിട്ടില്ല. പ്രവാചകനെ കണ്ട് മടുക്കാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും പ്രകടിപ്പിക്കുന്ന ആഗ്രഹം എന്താണ്? അന്നദറതു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ഈ പ്രപഞ്ചത്തിൽ അബൂബക്കറിന് ഏറ്റവും ഇഷ്ടം നബിയേ. അവരുടെ ജുലൂസു ബൈന യദൈക, ജനങ്ങളുടെ ദുനിയാവിൽ അബൂബക്കറിന് ഏറ്റവും ഇഷ്ടം അങ്ങയുടെ സമീപത്തിലൊന്ന് വന്നിരിക്കാനാണ് നബിയേ, അങ്ങയുടെ മുൻപിലൊന്ന് വന്നിരിക്കാനാണ് നബിയേ. അങ്ങയുടെ മുമ്പിലിരിക്കാം, അങ്ങയുടെ സദസ്സിലിരിക്കാം, അണ്ടാവരത്തിന്റെ പതിരെ ചുണ്ടുകളിൽ നിന്നും ഉതിർന്നു വീഴുന്ന വിജ്ഞാനത്തിന്റെ അനന്തങ്ങളായ മുത്തുമണികൾ ഒരുപാട് പ്രതികരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സദസ്സുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാലും ആഗ്രഹം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങയുടെ സദസ്സ്, നബിയുടെ സദസ്സ്, പ്രവാചകന്റെ അനുഗ്രഹീതമായ മജ്‌ലിസ്, അതിലേക്ക് വന്നിരിക്കാനാണ് മോഹം. ഈ അബൂബക്കറിന്റെ സർവ്വസ്വവും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കാനാണ് അബൂബക്കറിന് ഇഷ്ടമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ സ്നേഹമാണ്. ഇതാണ് പ്രവാചകരോടുള്ള സ്നേഹം. ഈ സ്നേഹമാണ് വിശ്വാസിക്ക് വേണ്ടത്. എന്നാൽ